Thank you, Sri Arkal Babu sir, Brand Ambassador Maxwell. വേദിയിലും സദസ്യമായിട്ടിരിക്കുന്ന മെക്സൺ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. മെക്സൺ കഷായപ്പടി അതിൻ്റെ 500ാം ദിന സെലിബ്രേഷന് വേണ്ടിയാണ് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ. 500ാം ദിനം എന്ന് പറഞ്ഞാൽ വളരെ ദീർഘിച്ചൊരു കാലമാണ്. വളരെ സുസ്ഥിരമായിട്ട് ഭംഗിയായിട്ട് ഇതിനെ മുന്നോട്ട് നയിച്ച എല്ലാ ടീം ലീഡേഴ്സിനും എൻ്റെ അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മെക്സോനെ വ്യായാമം ചെയ്യുന്നതിന് മുന്നോടിയായി മെക്സോൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഒന്ന് സൂചിപ്പിക്കുകയാണ്. ആദ്യമായിട്ട് നിങ്ങൾക്ക് നേരത്തെ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒന്നാ കൂടി ഒന്ന് പറയാൻ കേൾക്കാത്ത ആളുകൾ ഉണ്ടാവും, ലേഡീസ് എസ്പെഷ്യലി അവരുണ്ട്. വ്യായാമത്തിന് വന്നു കഴിഞ്ഞാൽ മിനിമം നമ്മൾ എന്ത് ചെയ്യണം? ബോഡിയെ വാമപ്പ് ചെയ്യണം. ഒരു 5 മിനിറ്റ് എങ്കിലും നേരത്തെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വാക്കിങ്ങിന് വേണ്ടി 5 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവുക. 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് എത്രത്തോളം നിങ്ങൾക്ക് നേരത്തെ വന്ന് ഒരു 5, 10, 15 മിനിറ്റ് നടക്കാൻ പറ്റി അത്രയും നന്ദി. ഇനി സമയമില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 2, 3 മിനിറ്റെങ്കിലും നിങ്ങൾ അതിന് കണ്ടെത്തി ചെയ്യാൻ ശ്രമിക്കുക. ശേഷം വന്ന് ഗ്രൗണ്ടിലെത്തി കഴിഞ്ഞാൽ സംസാരിച്ച് നിൽക്കുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഒരു വാമപ്പ്, ബോഡിയെ വാമപ്പ് ചെയ്യുന്ന നിർബന്ധമാണ്. അപ്പോഴേ വ്യായാമം നമ്മൾ ചെയ്തുകൊണ്ട് അതിന്റെ ശരീരത്തിന് ഗുണം ലഭിക്കുകയുള്ളൂ. രണ്ടാമത്, വ്യായാമം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ഇതേപോലെ ലൈനപ്പ് ആയി കഴിഞ്ഞാൽ ബോഡി മസിൽസ് ആൻഡ് ജോയിന്റ് ലൂസനപ്പ്. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ചെയ്യാറുണ്ടല്ലോ. ഇതേപോലെ ലൈനപ്പ് ആയി കഴിഞ്ഞ ശേഷം 5 പ്രാവശ്യം ഇരുന്ന് എണീറ്റ് ജോയിന്റുകളൊക്കെ തന്നെ ലൂസനപ്പ് ചെയ്യാം. അതിപ്പോ തന്നെ ചെയ്യാം. ഓക്കെ, ഒരു 5 പ്രാവശ്യം സിറ്റപ്പ് പോലെ ഇരുന്ന് എണീറ്റിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ വ്യായാമങ്ങളും കൈയും കാലുകളൊക്കെ ഒന്ന് കുടഞ്ഞെടുത്തിട്ട് നിങ്ങളുടെ മനസ്സും ശരീരവും എന്ത് ചെയ്യണം? മനസ്സും ശരീരവും നിങ്ങൾ വ്യായാമത്തിന് റെഡിയായി നിങ്ങൾ ബോധ്യപ്പെടുത്തണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് 5 പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഇരുന്ന് എണീക്കുക. സാധാരണ നോർമൽ സിറ്റപ്പ് ചെയ്യുന്ന പോലെ 5 പ്രാവശ്യം ഇരുന്ന് എണീറ്റതിന് ശേഷം നിങ്ങൾക്ക് അറിയാവുന്ന എന്തൊക്കെ നിങ്ങൾ ജോയിന്റുകൾക്ക് നിങ്ങൾക്ക് വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ ചെയ്യുന്നതായിരിക്കും ഞാൻ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക? ജോയിന്റുകൾ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക? ഇളക്കിയില്ല, ലൂസനപ്പ് ചെയ്യും ജോയിന്റും മസിലുകളൊക്കെ. 1 മിനിറ്റാണ് സമയം. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന എന്തൊക്കെ നിങ്ങൾക്ക് ജോയിന്റുകളെ ലൂസനപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാവും നിങ്ങൾക്ക് ഈ സമയത്ത് ചെയ്യാവുന്ന 1 മിനിറ്റ് നിങ്ങൾക്ക് സമയം തന്നിരിക്കുന്നത്. എല്ലാവരും ഒരേപോലെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു സമയത്തെങ്കിലും പൂർണ്ണമായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കണം. കൈയും കാലുകളൊക്കെ കുടഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സും ശരീരവും ഇപ്പൊ ഒരു വ്യായാമത്തിന് റെഡി ആയിരിക്കണം. ഈ ഒരു പ്രോസസ് നിങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ടാവും എന്ന് കരുതുന്നു. ചെയ്യാറുണ്ടല്ലോ? ചെയ്യാറില്ല? പൂർണ്ണമായിട്ടും ചെയ്യണം കേട്ടോ. ഇത് നിർബന്ധമാണ്. ഇത് നിങ്ങൾ വ്യായാമം ചെയ്തതിന് മുന്നേ 1 മിനിറ്റ് സമയം എടുക്കുന്നുള്ളൂ. നിങ്ങൾ പൂർണ്ണമായിട്ട് ഇത് ചെയ്തതിനു ശേഷം മാത്രം വ്യായാമത്തിൽ ഏർപ്പെടും. എന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സും ശരീരവും ഒന്നിക്കുകയുള്ളൂ, വ്യായാമം ചെയ്യാൻ റെഡി ആവുള്ളൂ. അപ്പൊ അത് ക്ലിയർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത് ജമ്പിങ് ജാക്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ എല്ലാ പ്രായക്കാരുണ്ട്. 6 വയസ്സുകാരനും 100 വയസ്സുകാരനും അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ എത്താൻ കഴിയുന്ന ഏത് പ്രയാസപ്പെടുന്ന ആൾക്കും എന്ത് ചെയ്യാം? വ്യായാമം ചെയ്യാൻ യാതൊരു പ്രയാസമില്ലാത്ത വളരെ ലളിതമായിട്ടുള്ള വ്യായാമമാണ്. ശ്രദ്ധിക്കേണ്ടത് ജമ്പിങ് ജാക്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരികമായിട്ട് പ്രയാസമുള്ള ആളുകളാണ് അല്ലെങ്കിൽ ജമ്പിങ് ജാക്സ് ലീഡർ ചെയ്യുന്ന അത്രയും നിങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യമാണ്. നമുക്കുള്ള ഇപ്പോഴത്തെ ആരോഗ്യം ശ്രദ്ധിച്ച് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വ്യായാമത്തിൽ ഏർപ്പെടേണ്ടത്. മറ്റുള്ളവരെ നോക്കിയിട്ട് അവരത്ര ചെയ്യേണ്ടത് ഞാനും അത് ചെയ്യട്ടെ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കരുത്. നിങ്ങൾക്ക് ശ്രമിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി നിങ്ങൾക്ക് അറിയാം, അതനുസരിച്ച് മാത്രം ചെയ്യാം. ജമ്പിങ് ജാക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 5 എണ്ണം ചെയ്താൽ 5 എണ്ണം മതി. പിന്നീട് നിങ്ങൾ കൈകൾ പൊക്കി താഴ്ത്താൻ മതി. ഓക്കെ, അപ്പോൾ ജമ്പിങ് ജാക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക? കൈകൾ പൂർണ്ണമായിട്ടും മുകളിലോട്ട് ഉയർത്തുക. മുകളിലോട്ട് ഉയർത്തിയും കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. കൈകൾ പൂർണ്ണമായിട്ടും മുകളിൽ എങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക? പൂർണ്ണമായിട്ട് കൈകൾ മുകളിലോട്ട് ഉയർത്തിയിട്ട് ജമ്പ് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് വരിക. ഇനി ലേഡീസ് എന്തെങ്കിലും പ്രയാസമുള്ളവർ എന്ത് ചെയ്യുക? കൈകൾ ഉയർത്തുക, വിരലിന്റെ മുകളിൽ പൊങ്ങുക, കൈകൾ താഴ്ത്തുക. ജമ്പിങ് ജാക്സ് ചെയ്യാൻ നിർബന്ധമില്ല അല്ലെങ്കിൽ പ്രയാസമുള്ള ആളുകളൊക്കെ തന്നെ എന്ത് ചെയ്യുക? ഈ സമയത്ത് കൈകൾ പൂർണ്ണമായിട്ട് ഉയർത്തുക. വിരലിന്റെ മുകളിൽ ബോഡി എന്ത് ചെയ്യും? ലിഫ്റ്റ് ചെയ്യണം. വിരലിന്റെ മുകളിലായിരിക്കും നിങ്ങളുടെ ബോഡിയെ ലിഫ്റ്റ് ചെയ്യേണ്ടി കൈകൾ താഴ്ത്തുക. ഓക്കെ, ഒന്ന് എല്ലാവരും ഒന്ന് കാണിക്കാം. എല്ലാവരും റെഡി, ഡൗൺ. ഇതാണ് പൊസിഷൻ.
ഡൗൺ. അപ്പൊ ഈ മോഡലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്ന ജമ്പിങ് ജാക്സ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഫസ്റ്റ് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, മുട്ടുവേദനയുള്ളവര്, ബാക്ക് പെയിൻ ഉള്ളവര്, ഡിസ്ക് ബൾജ് ഉള്ളവർ ആരും തന്നെ ജമ്പിങ് ജാക്സ് ചെയ്യാൻ പാടില്ല. അതേപോലെ ടോജമും ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് മുട്ടുവേദനയുടെ പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ജമ്പിങ് ജാക്സ് ചെയ്യണം. പകരം ഞാൻ പറഞ്ഞില്ല, കൈകൾ ഉയർത്തുക, വിരലിന്റെ മുകളിൽ ബോഡി ലിഫ്റ്റ് ചെയ്യുക, കൈകൾ താഴ്ത്തുക. ജമ്പിങ് ജാക്സ് ചെയ്യാൻ പാടില്ല. മുട്ടുവേദന ഉള്ളവര്, ബാക്ക് പെയിൻ ഉള്ളവര്, ഡിസ്ക് ബൾജ് പ്രശ്നമുള്ളവർ കേട്ടോ. കൂടാതെ നിങ്ങൾക്ക് ശാരീരികമായിട്ട് എന്ത് അസ്വസ്ഥങ്ങൾ, പ്രയാസം, പ്രായം മൂലമുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ ജമ്പിങ് ജാക്സ് ചെയ്യേണ്ട. പകരം കൈകൾ ഇതേപോലെ ഉയർത്തുക, വിരലിന്റെ മുകളിൽ ബോഡി ലിഫ്റ്റ് ചെയ്യുക, കൈകൾ താഴ്ത്തുക. വളരെ ലളിതമായിട്ട് നിങ്ങൾ ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. നിർബന്ധപൂർവ്വം മറ്റുള്ളവരെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. മൂന്നാമത്തേത്, മെക്സവന്റെ നീ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഹാഫ് സർക്കിളാണ്. നീ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഹാഫ് സർക്കിളാണ്. പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുട്ട് പിന്നോട്ട് തള്ളിപ്പിടിച്ച് ഡെമോ കാണിക്കാം. മുട്ട് പൂർണ്ണമായിട്ട് പിന്നോട്ട് തള്ളിപ്പിടിച്ച് ഇതേപോലെയാണ് ചെയ്യേണ്ടത്. മുട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ, മുട്ട് 100% ഇതേപോലെ സർക്കിളായിട്ട് പൂർണ്ണമായും 360 തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുട്ടിന് ഡാമേജ് വരും. മുട്ട് ഡാമേജ് ആയി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഹാഫ് സർക്കിൾ പകുതി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ നീ റൊട്ടേഷൻ ചെയ്യുന്നുള്ളൂ. പൂർണ്ണമായിട്ട് മുട്ട് പിന്നോട്ട് തള്ളി പിടിക്കുക. ഒരു സ്റ്റെപ്പ് 1 ഇതേപോലെ സ്റ്റോപ്പ് ചെയ്യുക. ഒരു റാപ്പ് പൊസിഷനിലായിരിക്കും. ഓരോ പ്രാവശ്യം നിങ്ങൾ സ്റ്റോപ്പേജ് കിട്ടുന്ന സമയത്ത് മുട്ട് പൂർണ്ണമായിട്ട് പിന്നോട്ട് തള്ളി പിടിച്ചു, മുട്ട് മുന്നോട്ട് മടക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുട്ടിന് സാരമായിട്ടുള്ള ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും വരണമെന്ന് നിർബന്ധിച്ച, പക്ഷേ വരാൻ സാധ്യത. അപ്പൊ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. പൂർണ്ണമായിട്ട് മുട്ട് പിന്നോട്ട് തള്ളി പിടിച്ചുകൊണ്ട് ഹാഫ് സർക്കിൾ മാത്രം ചെയ്യാം. ഓക്കെ. ഇനി അതും പ്രയാസം നിങ്ങൾക്ക് മുന്നോട്ട് പിന്നോട്ടും ആക്കാം. അങ്ങനെ എന്തെങ്കിലും പ്രയാസമുള്ളവർക്ക് മുട്ട് നോർമൽ സ്ഥിതിയിലും ആക്കിയാൽ മതി. ഓക്കെ. ഈ മുന്നോട്ടും പിന്നോട്ടും ആക്കുന്നതും മെക്സവന്റെ ഈ ഹാഫ് സർക്കിളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യും. നാലാമത്തേത്, ആരെങ്കിലും മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, പ്രഷറിനും ഷുഗറിനും കൊളസ്ട്രോളിനൊക്കെ മരുന്ന് കഴിക്കുന്നവരുണ്ട്. മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് ഗ്രൗണ്ടിൽ വരുമ്പോൾ പ്രത്യേകിച്ച് നല്ല ക്ഷീണമുണ്ട്, തലകറക്കുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ ഈ വ്യായാമം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങളുടെ ഷുഗർ ലെവലും പ്രഷർ ലെവലും ഒക്കെ കുറയുന്നില്ല. അപ്പൊ നിങ്ങൾ മരുന്ന് കൂടി കുടിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വല്ലാതെ എന്ത് ചെയ്യും, പ്രഷർ അല്ലെങ്കിൽ ഷുഗർ ലെവൽ കുറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ പ്രയാസമുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഡോക്ടറെ കണ്ടുകൊണ്ട് മരുന്നുകൾ കുറക്കാൻ ശ്രമിക്കുക. ഡോക്ടറെ കണ്ടതിന് ശേഷം മരുന്ന് കുറക്കുക കേട്ടോ. ഈ കാര്യങ്ങൾ നിങ്ങൾ പോയിന്റ് നിങ്ങൾ ഓർമ്മിക്കുക. അഞ്ചാമത്തെ കാര്യം, ഓവർവെയിറ്റ് ഉള്ളവർ, തടി കൂടിയ ആളുകളൊക്കെ എന്ത് ചെയ്യാം, ശ്രദ്ധിച്ചു കൊടുക്കും. ഇപ്പൊ നിങ്ങൾ ഒരു 10-500 ദിവസം ആയതുകൊണ്ട് പ്രയാസം ഉണ്ടാവില്ല. പുതിയ ആളുകളെ നിങ്ങൾ വീടുകളിൽ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ, മെക്സോണിന് വ്യായാമത്തിന് റെക്കമെൻഡ് ചെയ്യുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് നോക്കി മാത്രം അവരെ കൊണ്ട് ജമ്പിങ് ജാക്സ് ചെയ്യും. ഫസ്റ്റ് സീസൺ തന്നെ പുതിയ ലേഡീസിനെ, പുതിയ വീട്ടിൽ അയൽപ്പക്കത്തിലൊക്കെ പോയി നിങ്ങൾ എല്ലാവരും ക്ലാസ് എടുക്കാൻ പറഞ്ഞു കൊടുക്കാം. പക്ഷെ അവരെ കൊണ്ട് ജമ്പിങ് ജാക്സ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, അവർ ഓവർവെയിറ്റ് ആണെങ്കിൽ ഫസ്റ്റ് സീസണിനെ പോയി ജമ്പിങ് ജാക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, മുട്ടുവേദന വരും. അത്ര ആളുകളെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ട്രെയിൻ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അവരെ ബോഡി വെയിറ്റ് നോക്കിയിട്ട് അവരെ കൊണ്ട് ജമ്പിങ് ജാക്സ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കൈകൾ ഉയർത്തി താഴ്ത്തിയാൽ മതി. ജമ്പിങ് ജാക്സ് ചെയ്യേണ്ട 10 ദിവസം കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മറ്റു എക്സസൈസുകളൊക്കെ ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ ശ്രദ്ധിക്കുക. 4-5 പോയിന്റ് പറഞ്ഞു നിന്നിട്ടുണ്ട്. ഈ പോയിന്റുകളൊക്കെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. വാംപ് നിർബന്ധമാണ്. ബോഡി മസിൽസ് ആൻഡ് ലൂസിനെ 1 മിനിറ്റ് നമ്മൾ ചെയ്ത് നിർബന്ധമാണ്. ഇത് പൂർണ്ണമായിട്ടും പ്രാവർത്തികമായിട്ട് നിങ്ങൾ മുന്നോട്ട് ചെയ്യുക. ഓക്കെ, റെഡി? നമ്മുടെ ഒരു മരണം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മെക്സവൻ കഷായപ്പടിയിൽ കഴിഞ്ഞത് 6 മാസം മുമ്പ് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഒരു മെമ്പർ നമ്മൾ വിട്ടുപിരിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ സ്മരണക്ക് മുമ്പിൽ 1 മിനിറ്റ് മൗന പ്രാർത്ഥന നടത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. അപ്പോൾ 1 മിനിറ്റ് നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി മൗന പ്രാർത്ഥന നടത്തുക. റെഡി? വനിതയാണ്. ഓക്കെ, റെഡി, സ്റ്റാർട്ട്.
Stop. Okay. Jimmy Jacks. Ready. Start. Like that. Like that. Like that. Like that. Stop. Relax. Next, angle rotation. Left leg first. Ready? Start 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Reverse. Start 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Leg change. Ready, start 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Reverse. Start 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Stop. Good. Next. Derotation. Left side. Ready, start 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Reverse, start 1, opposite. 2, 3, 4, 5, 6, 7, 8, 9, 10. Up. Next, hip rotation, left side. Ready? Start 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Reverse that one, opposite. 2, 3, 4, 5, 6, 7, 8, 9, 10. Stop. Next, head rotation, left side. കണ്ണടച്ചും കണ്ണ് തുറന്നും ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ സൗകര്യപ്രദം നോക്കിയിട്ട് ചെയ്യാട്ടോ. സ്ലോലിയാണ് റൊട്ടേഷൻ ചെയ്യുന്ന, സ്പീഡ് കൂട്ടരുത്. റെഡി? സ്റ്റാർട്ട് 1, 2, 3, 4,
Up and down. Stand 1, 2, 3, 4, 5. Reverse. Stand 1. Opposite. 2, 3, 4, 5. Up and down. Stand 1, 2, 3, 4, 5. Stop. Next, breathing and stretching. Body side bench. Demo കാണിക്കാം. ബ്രീത്തിങ് ആൻഡ് സ്ട്രെച്ചിൽ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുന്നത് ബോഡിയെ സ്ട്രെച്ച് ചെയ്യണം. മസിലുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത് സ്ട്രെച്ച് ചെയ്തുകൊണ്ടാണ്, നല്ല മാക്സിമം വലിവ് കൊടുത്തുകൊണ്ടാണ് മസിലുകൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ പൊസിഷനും പെർഫെക്റ്റ് ആയി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴേ നമുക്ക് അതിൻ്റെ മാക്സിമം ചെയ്യുന്നതിൽ വ്യായാമം കൊണ്ടുള്ള ഗുണം പൂർണ്ണമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പം ബോഡി സൈഡ് ബെൻഡ് ഒരു ഡെമോ കാണിക്കാം. ബ്രീത്ത് താഴ്ന്നെടുത്തു. ഈ പൊസിഷനിൽ ശ്രദ്ധിക്കേണ്ടത് കൈൻ്റെ 2 മസിലും ചെയ്യുമ്പോൾ ടച്ച് ചെയ്യണം. ഒന്നും കൂടെ കൈൻ്റെ 2 മസിലും ചെയ്യുമ്പോൾ ടച്ച് ചെയ്തിട്ടുണ്ട്. കൈ മുന്നോട്ട് വലിച്ചു പിടിച്ചിട്ടുണ്ട്. ഈ പൊസിഷൻ ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ ബെൻഡ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിലെ ബോഡിയുടെ റൈറ്റ് ഷോൾഡറിന്റെ മസിലുകൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾ കൈ ലൂസാക്കി പിടിക്കുന്നതിന് പകരം പൂർണ്ണമായിട്ട് മുന്നോട്ട് വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നുണ്ട് ഈ മസിലുകൾ പൂർണ്ണമായിട്ട് എന്തെങ്കിലും സ്ട്രെച്ചിങ് പൂർണ്ണമായിട്ട് അതിന് വലിവുണ്ടാവും. അതേപോലെ താഴത്തെ റിബ് വാരിലിന്റെ വലത് ഭാഗത്തുള്ള മസിലുകളെ പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശക്തിപ്പെടുത്താൻ പറ്റും. അപ്പൊ നമ്മൾ കൈകൾ ഇങ്ങനെ ലൂസാക്കി പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിന് പ്രയോജനം കിട്ടില്ല. പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക, കൈകൾ മുന്നോട്ട് വലിച്ചു പിടിക്കുക. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അനുഭവപ്പെടും നിങ്ങളുടെ മസിലുകളുടെ ഇവിടെ ശക്തിപ്പെടുന്ന മസിലുകളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം തിരിച്ചറിയാൻ പറ്റും. അപ്പൊ കൈകൾ പൂർണ്ണമായിട്ട് മുന്നോട്ട് വലിച്ചു പിടിക്കണം. 2 മസിലുകൾ ചെയ്യുമ്പോൾ ടച്ച് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ പ്രാഥമികമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്. മസിലുകൾ ചെയ്യുമ്പോൾ ടച്ച് ചെയ്ത് കൈ മുന്നോട്ട് വലിച്ചു പിടിക്കുക. ബ്രീത്ത് ഔട്ട്. ബോഡി ടേൺ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കും. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയി ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും. ഓക്കെ, റെഡി? കാലുകൾ അടുപ്പിച്ച് വെക്കട്ടോ. കാലുകൾ അടുപ്പിച്ച് വെച്ചാലും നിങ്ങൾക്ക് പൊസിഷൻ കറക്റ്റ് ആയി ചെയ്യാൻ പറ്റും. റെഡി? സ്റ്റാർട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Good legs. Hands it. Ready? ശ്രദ്ധിക്കട്ടെ, കൈയുടെ പൊസിഷൻ വി പൊസിഷനിൽ 2 ഭാഗത്തോളം എന്ത് ചെയ്യാൻ ലൂസാക്കി പൂർണ്ണമായിട്ട് വലിച്ചു പിടിക്കുക. 2 ഭാഗത്തോളം വലിച്ചു പിടിക്കുക. വി പൊസിഷൻ. റെഡി? സ്റ്റാർട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10.
ഗുഡ്. നെക്സ്റ്റ്, ഇൻഡെക്സ് ഫിംഗർ ഓവറെഡ്. ശ്രദ്ധിക്കട്ടെ, കൈയുടെ രണ്ട് മസിലും ചെയ്യുമ്പോൾ ടച്ച് ചെയ്യണം. കൈ പൂർണ്ണമായിട്ട് മുകളിലോട്ട് വലിച്ചു പിടിക്കണം. പൂർണ്ണമായിട്ട് മുകളിലോട്ട് വലിച്ചു പിടിക്കുക. പൂർണ്ണമായിട്ട് ശക്തി നിങ്ങൾ ബാറിന് തൂങ്ങുന്ന അവസ്ഥയ്ക്ക് വരണം. അടിവാര പൂർണ്ണമായിട്ട് മുകളിലോട്ട് വലിഞ്ഞിരിക്കണം. എത്രത്തോളം മുകളിലോട്ട് ശക്തി പൂർവ്വം നിങ്ങൾ വലിച്ചു പിടിക്കാൻ പറ്റും അത്രയും ശക്തമായിട്ട് വലിച്ചു പിടിക്കുക. അടിവയർ പൂർണ്ണമായിട്ട് മുകളിലോട്ട് വലിഞ്ഞിരിക്കണം. റെഡി? കൈയിന്റെ രണ്ട് മസിലുകളും ചെയ്യുമ്പോൾ ടച്ച് ചെയ്ത് ഉറപ്പ് വരുത്തട്ടോ. കൈ ലൂസാക്കി അല്ലെങ്കിൽ ഫസ്റ്റ് ഇങ്ങനെ പിടിച്ചോണ്ട് കാര്യമില്ല. ഒന്നുകൂടെ ചെയ്യാം. രണ്ട് മസിലും ചെയ്യുമ്പോൾ ടച്ച് ചെയ്ത് ഉറപ്പ് വരുത്താൻ പൂർണ്ണമായിട്ട് മുകളിലോട്ട് വലിച്ചു പിടിക്കുക. എല്ലാവരും ചെയ്തിട്ട് 95% കറക്റ്റ് ആണ്. കുറച്ച് പേരും കൂടി ഉണ്ട്, അതും കൂടി ക്ലിയർ ചെയ്യാം. കണ്ടിന്യൂ. Next, finger lock overhead. സെയിം തന്നെയാണ്. ശ്രദ്ധിക്കേണ്ടത് രണ്ട് മസിലും ചെയ്യുമ്പോൾ ടച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. കൈ ഇങ്ങനെ പിടിച്ച എല്ലാവർക്കും എളുപ്പമാണ്, പക്ഷെ പൂർണ്ണമായിട്ട് മുകളിലോട്ട് വലിച്ചു ഉയർത്താൻ ശ്രമിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് ഈ മസിലുകൾ ചെയ്യുമ്പോൾ ടച്ച് ചെയ്യും. അടിവയർ പൂർണ്ണമായിട്ടും മുകളിലോട്ട് വലിയും. പെർഫെക്റ്റ് പൊസിഷനിൽ ചെയ്യാൻ ശ്രമിക്കുക. റെഡി? സ്റ്റെപ്പ് 1, 2, good. Next, hands lock overhead. Ready? Still 1, 2, 3, 4, 5. ശ്രദ്ധിക്കേണ്ടത്, കൈ തിരിച്ചു വരുന്ന സമയത്ത് അടിവാരിന്റെ മുകളിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം. നിങ്ങൾ ചെയ്യുന്നുണ്ട്, ചെയ്യാത്തവരെന്ത് ചെയ്യുക, അടിവാരിന്റെ മുകളിൽ കൈ തിരിച്ചു വരുന്ന സമയത്ത് അടിവാരിന്റെ മുകളിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്ത് വിടണം. കണ്ടിന്യൂ. 6, 7, 8, 9, good. Next, clapping overhead. ക്ലാപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കൈ മാക്സിമം മുകളിലോട്ട് വലിച്ചു പിടിച്ചുകൊണ്ട് ക്ലാപ്പ് ചെയ്യുക. ക്ലാപ്പ് ഇങ്ങനെ ചെയ്ത് താഴ്ത്തടിച്ച് പിന്നെ വലിക്കുന്നതിന് പകരം കൊണ്ടുപോകുമ്പോൾ തന്നെ മാക്സിമം വലിച്ചു പിടിച്ചുകൊണ്ട് ക്ലാപ്പ് ചെയ്യുക. കൈ പൂർണ്ണമായിട്ട് മുകളിലോട്ട് വലിച്ചു പിടിക്കട്ടോ. രണ്ട് മസിലും ചെയ്യുമ്പോൾ ചെയ്യണം. അടിവയർ മുകളിലോട്ട് വലിഞ്ഞിരിക്കണം. ഈ മൂന്ന് കണ്ടീഷൻസ് ക്ലിയർ ആവുമ്പോഴാണ് നിങ്ങളുടെ പൊസിഷൻ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പൊ അപ്പോഴേ നമുക്ക് ശരീരത്തിൽ ആ ഗുണം ലഭിക്കുള്ളൂ. അപ്പൊ അത് പെർഫെക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. റെഡി? സ്റ്റെപ്പ് 1, 2,
ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് 3:6 ആണ് ബ്രീത്തിങ് പാറ്റേൺ. 3 സെക്കൻഡ് ബ്രീത്ത് ഹോൾഡ് ചെയ്യുകയും 6 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യണം, ബ്രീത്ത് ഔട്ട് ചെയ്യുകയാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ കൈയടിച്ച് കൈ ക്ലാപ്പ് ചെയ്ത് 3 സെക്കൻഡ് നമുക്ക് സമയമുണ്ട്. ഈ 3 സെക്കൻഡിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റ് ചെയ്യുന്നത്. ബ്രീത്ത് ആൾറെഡി നമ്മൾ എടുത്തു. ഈ സമയത്ത് നമുക്ക് 3 സെക്കൻഡ് സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് താഴോട്ട് പോകാം. അപ്പൊ സ്പീഡ് കൂട്ടി ചെയ്യരുത്, ഇവിടെ കൂടെ നോക്കിയിട്ട് ചെയ്യാം. എല്ലാവരും കറക്റ്റ് ആണ്, 1-2 പേരാണ്. ആ കൂടി ക്ലിയർ ചെയ്യാം. കണ്ടിന്യൂ. Good. Next. Continue position. Continue position. സെയിം പറഞ്ഞ പോലെ തന്നെ ചെയ്യേണ്ടത്. സെക്കൻഡ് ബ്രീത്ത് എടുക്കുമ്പോൾ ആ ബ്രീത്ത് എന്ത് ചെയ്യാം, ബോഡി ബെൻഡ് ചെയ്തിട്ട് തല റിട്ടേൺ വരുന്ന സമയത്ത് മാത്രമാണ് രണ്ടാമത് എടുക്കുന്ന ബ്രീത്ത് ഔട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ കറക്റ്റ് ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, റെഡി? കണ്ടിന്യൂ പൊസിഷൻ. റെഡി, സ്റ്റാർട്ട്. 1 Good. Next. Finger lock back. Front bench. Breathe എടുക്കുമ്പോൾ കൈന്റെ ഷോൾഡർ മാത്രം പതുക്കം താഴോട്ട് വലിക്കുക. ഫ്രണ്ട് മുന്നോട്ടാണ് നോക്കേണ്ടത്. ഇതാണ് പൊസിഷൻ. മുന്നോട്ട് നോക്കിക്കൊണ്ട് കൈ ഷോൾഡർ മാത്രം ഒന്ന് താഴോട്ട് ജസ്റ്റ് വലിച്ചെടുക്കുക. ബ്രീത്ത് എടുക്കുക. റെഡി, സ്റ്റാർട്ട്. 1 4
9, 10. Good. Next. Continue position. ശ്രദ്ധിക്കേണ്ടത് ഫിംഗർ ലോക്ക് ബാക്ക് ചെയ്തിട്ടുണ്ട്. അത് അഴിച്ചു വിടാതെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ചെയ്യാൻ പറ്റുന്നവർ 20% ആളുകൾ ചെയ്യാൻ പറ്റും. കുറച്ച് ആളുകൾ ബുദ്ധിമുട്ടുണ്ട്. ചെയ്യാൻ പറ്റുന്ന പെർഫെക്റ്റ് ആയി ചെയ്യാൻ ശ്രമിക്കുക. ലോക്ക് അഴിക്കാതെ എന്ത് ചെയ്യുക, താഴോട്ട് കൊണ്ടുപോവുക. പൂർണ്ണമായി ലോക്കിന്റെ സഹായത്തോട് കൂടി എന്നാൽ എന്ത് ചെയ്യുക, ലോക്ക് അഴിക്കാതെ ബോഡി ബെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഹിപ്പിന്റെ ഭാഗത്ത് നിന്ന് വേണ്ടവർക്ക് ലോക്ക് അഴിക്കാം, പ്രയാസമുള്ളവർക്ക് ലോക്ക് അഴിക്കാം. വീണ്ടും എന്ത് ചെയ്യാം, താഴെ ഇവിടെ അയച്ചതിന് ശേഷം വീണ്ടും ഇവിടുന്ന് ലോക്ക് ഇടുക. ഈ ലോക്കിന്റെ സഹായത്തോടുകൂടി ലോക്കിന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുക, ബോഡിയെ ബെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ലോക്ക് അഴിച്ച് മുന്നിൽ കൂടെ ഇങ്ങനെ പോകാൻ എളുപ്പമാണ്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമാണ്. അപ്പം നമ്മളെ മനസ്സ് നമ്മൾ എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പതുക്കെ ആ ലോക്ക് അഴിക്കാതെ എത്രത്തോളം നിങ്ങൾക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും അത്ര ചെയ്താൽ മതി. എത്രയും നിങ്ങൾക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും അത്ര ചെയ്യാൻ മതി. പക്ഷെ നിങ്ങൾ ലോക്ക് അഴിക്കാതെ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ. പിന്നീട് ഒരു അവസരത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും 1-2 മാസം ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും താഴോട്ട് കൊണ്ടുപോകാൻ കഴിയും. പക്ഷെ നമ്മൾ അതിന് വേണ്ടി ശ്രമിക്കണം. റെഡി? സ്റ്റാർട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഗുഡ്. എത്ര ആളുടെ തല മുട്ടിനെ ടച്ച് ചെയ്തിട്ടുണ്ട്? ഒന്ന് കൈപൊക്കി. ജെൻസ്, വെരി ഗുഡ്. ലേഡീസ്, വെരി ഗുഡ്. ലേഡീസിന്റെ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാൻ, നിരന്തരം ഇത് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധിക്കും. അപ്പോൾ ആ ശ്രമം വേണം, മനസ്സിൽ വേണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക് കൈ അഴിക്കാതെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. നെക്സ്റ്റ്, സിറ്റപ്പ്. റെഡി? സിറ്റപ്പ് ശ്രദ്ധിക്കേണ്ടത്, ബ്രീത്ത് എടുക്കുന്ന സമയത്ത് ബോഡിയെ പൂർണ്ണമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വിരലിന്റെ മുകളിൽ ലിഫ്റ്റ് ചെയ്യണം. വിരലിന്റെ മുകളിലായിരിക്കും നിങ്ങളുടെ ബോഡി വെയിറ്റ് പൂർണ്ണമായിട്ടും. കൈകള് ഷോൾഡർ ലെവലിൽ കുറച്ച് മുകളിലോട്ട് ഉയർത്തുക. പൂർണ്ണമായിട്ട് നിങ്ങൾ കൈകൾ ഉയർത്തി പിടിക്കുന്ന കാരണം ഈ കൈകൾ ഇങ്ങനെ പിടിക്കാവുന്ന, പക്ഷെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ കാല് ഫ്ലാറ്റ് ആയി പോകും. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ബോഡി ലിഫ്റ്റ് ചെയ്യാൻ പറയുന്നത്. കൈ കുറച്ച് മുകളിലോട്ട് ഉയർത്തുകയാണെങ്കിൽ രണ്ടും സപ്പോർട്ടിങ് കിട്ടും. അതുകൊണ്ടാണ് കൈകൾ കുറച്ച് ബോഡി ഷോൾഡർ ലെവലിൽ കുറച്ച് ഉയർത്തി പിടിക്കാൻ പറയുന്നത്. ഇതാണ് പൊസിഷൻ. താഴോട്ട് പോവുക. ഇത് സെക്കൻഡ് പൊസിഷൻ ആണ്. സെക്കൻഡ് പൊസിഷൻ നിങ്ങൾക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യാം. വേണ്ടവർക്ക് കാലിന്റെ വിരലിന്റെ മുകളിലാണ് ബോഡിയുടെ വെയിറ്റ് ഇരിക്കുന്നത്. ഇവിടുന്ന് നിങ്ങൾക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യാം. കൈന്റെ പൊസിഷൻ നോക്കൂ. ബെല്ലുകളൊക്കെ മുന്നോട്ടാണ്. ചിലർ ഇങ്ങനെ പിടിക്കുന്നതാണ്, അങ്ങനെ പിടിക്കാനൊന്നും വേണ്ട. ബെല്ലുകൾ പൂർണ്ണമായിട്ട് മുന്നോട്ടാണ് നോക്കുന്നത്. ഇതിന്റെ തേർഡ് പൊസിഷൻ ചെയ്യാൻ പറ്റുന്നത് തേർഡ് പൊസിഷനിലാണ് ബ്രീത്ത് ഔട്ട് ചെയ്യേണ്ടത്. സെക്കൻഡ് പൊസിഷനിൽ വേണ്ടവർക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യാം. തേർഡ് പൊസിഷനിലോട്ട് അത് ഹൈ ഇന്റൻസീവ് ആണ്, കുറച്ച് കഠിനമാണ്. പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാം, ഇരുന്നും കൊണ്ട് പൂർണ്ണമായിട്ട് ഇരിക്കുക. കാല് ഫ്ലാറ്റ് ആയിരിക്കും. ഇവിടുന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യുക. പ്രായമുള്ളവർ, പ്രയാസമുള്ളവർ, ശാരീരികമായിട്ട് പ്രയാസങ്ങളുള്ളവർ എന്ത് ചെയ്യാം, അവർക്ക് ചെയ്യാൻ പറ്റുന്ന വിധം ചെയ്താൽ മതി. പൂർണ്ണമായിട്ട് താഴെ പോയിട്ട് ഇരിക്കാൻ നിർബന്ധമില്ല. നിങ്ങൾക്ക് ഏത് പൊസിഷന് വേണമെങ്കിൽ ബ്രീത്ത് ഔട്ട് ചെയ്യാം. നിങ്ങളുടെ ശാരീരിക ക്ഷമത അനുസരിച്ച് മാത്രമാണ് വ്യായാമത്തിൽ ഏർപ്പെടേണ്ട. ഒന്നുകൂടി ഓർമ്മപ്പെടുന്നു. റെഡി?
ഇത് ശ്രദ്ധിക്കേണ്ടത്, കാല് അടുപ്പിച്ച് വെക്കൽ നിർബന്ധമില്ല. ശരിക്കും ഫ്ലെക്സിബിൾ ആയിട്ട് താഴ്ത്തിരിക്കാൻ പറ്റുന്നവർ മാത്രമാണ് കാല് അടുപ്പിച്ച് വെക്കേണ്ടത്. ബോഡി വെയിറ്റ് കുറച്ച് ഓവർ വെയിറ്റ് ഉള്ളവർ, ശരീരം കൂടുതൽ വണ്ണമുള്ളവർ, എനിക്ക് പ്രയാസമുള്ളവർ എന്ത് ചെയ്യുക, കാലിൽ കുറച്ച് അര അടി എന്ത് ചെയ്യുക, അകത്തി വെക്കാം. അടുപ്പിച്ച് വെക്കുന്നതിന് പകരം കുറച്ചൊന്ന് അകത്തി വെച്ചാൽ അവർക്ക് കുറച്ചും കൂടി ഇരിക്കാൻ പ്രയാസമില്ലാതെ ഇരിക്കാൻ പറ്റും. കാല് അടുപ്പിച്ച് വെക്കുക എന്നുള്ളത് ശരിക്കും പൂർണ്ണമായിട്ട് ഇരിക്കാൻ പറ്റിയവർ മാത്രമാണ് കാല് അടുപ്പിച്ച് വെക്കേണ്ടത്. ഓക്കെ, കണ്ടിന്യൂ. സിറ്റപ്പ് നമുക്ക് പൂർണ്ണമായിട്ട് ഇരിക്കാൻ കഴിയാത്തവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ, അത് ഗ്രൗണ്ടിൽ ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ വീടുകളിൽ പോയതിനു ശേഷം ജനൽവാതിലില്ലേ, ജനൽവാതിൽ തുറന്നിടുക, അതിന് കമ്പി ഉണ്ടാവും. കമ്പി പിടിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, പതുക്കെ പതുക്കെ താഴോട്ട് പോവുക. കമ്പിന്റെ സഹായത്തോടു കൂടി കമ്പി പിടിച്ചുകൊണ്ട് നിങ്ങൾ ഉയരുക. അങ്ങനെ നിങ്ങൾ ഒരാഴ്ച 2 ആഴ്ച എഫേർട്ട് എടുക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പൂർണ്ണമായിട്ടും ഇരുന്ന് എണീക്കാൻ കഴിയും. അതിൽ പ്രായഭേദമില്ല, 60 വയസ്സ് 70 വയസ്സുകാരനൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൗണ്ട് വന്നിട്ട് ചെയ്യാൻ കഴിയില്ല. കമ്പി പിടിച്ചുകൊണ്ട് താഴോട്ട് പോവുക, കമ്പി പിടിച്ചുകൊണ്ട് വരിക. അപ്പൊ താഴോട്ട് പോകാൻ നിങ്ങൾ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പോയിട്ട് ഇരിക്കാൻ പറ്റും. കമ്പിന്റെ സഹായത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മുകളിലോട്ട് തന്നെ വരിക. അപ്പൊ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. വളരെ എഫക്റ്റീവ് എക്സസൈസ് ആണ്. നിങ്ങൾ ഏറ്റവും വലിയ കോർ മസിലുകളെ ശക്തിപ്പെടുത്തുന്നതാണ്. അപ്പൊ അതിനെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. വീടുകളിൽ പോയിട്ട് അതിന്റെ ട്രെയിനിങ് സെൽഫായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ട്രെയിൻ ചെയ്യുക. പക്ഷെ കമ്പിന്റെ സഹായമാണ്. ജനൽ കമ്പി പിടിച്ചുകൊണ്ട് താഴോട്ട് പോവുക, ഉയരുക. ഓക്കെ, നെക്സ്റ്റ് പുൾ ആൻഡ് പുഷ്. റെഡി, സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10. Next, acupressure. വയറ് ബോഡി സ്ട്രൈറ്റ് ചെയ്ത് പിടിക്കുക, മുന്നോട്ടാണ് നോക്കട്ടെ. വയറിന്റെ 2 ഭാഗം നന്നായിട്ട് എന്ത് ചെയ്യാൻ, നെക്കി പിഴിയാം. ഓക്കെ, സെക്കൻഡ് നടക്കുമ്പോൾ സെന്റർ. റെഡി, സ്റ്റാർട്ട്. 1 മുന്നോട്ട് നോക്കുക, ബോഡി സ്ട്രൈറ്റ് ചെയ്യുക. ബോഡി സ്ട്രൈറ്റ് ചെയ്ത് പിടിക്കട്ടോ, ലെവൽ ചെയ്ത് പിടിക്കുക, മുന്നോട്ട് നോക്കുക. വയറിന്റെ 2 അറ്റവും 2 സൈഡുമാണ് നന്നായിട്ട് നെക്കി പിഴിയുക. കുറച്ച് വേദന ഉണ്ടായിക്കോട്ടെ, വിരലുകൾ ഉപയോഗിച്ചിട്ട് നന്നായി നെക്കി പിഴിയുക. സെക്കൻഡ്, സെന്റർ. വയറ് മാക്സിമം ഉള്ളോട്ട് പിടിച്ചുകൊണ്ട് ചെയ്യട്ടോ. 2 again side. Second, center. Again side. Second, center. Stop. Good. Next, vibrate abdomen. Ready? Body straight ചെയ്ത് പിടിക്കുക, മുന്നോട്ട് നോക്കുക. Ready? Start.
Good. Next. Touch up. 125 times. ശ്രദ്ധിക്കേണ്ടത് ജമ്പ് ചെയ്യുമ്പോൾ കാലിന്റെ വിരലിന്റെ മുകളിൽ മാത്രമാണ് ബോഡി വെയിറ്റ് വേണ്ടത്. ഹീല് മടമ്പ് ഒരിക്കൽ പോലും താഴെ ടച്ച് ചെയ്യാൻ പാടില്ല. ജമ്പിങ് ജാക്സിനും ടോ ജമ്പിനും മടമ്പ് ഒരിക്കൽ പോലും താഴെ ടച്ച് ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. വിരലിന്റെ മുകളിൽ മാത്രമാണ്, കാലിന്റെ വിരലിന്റെ മുകളിൽ മാത്രമാണ് ബോഡി വെയിറ്റ് വേണ്ടത്. രണ്ടാമത്തെ കാര്യം, കൈകൾ പൂർണ്ണമായിട്ട് ക്ലോസ് ചെയ്യുക, പൂർണ്ണമായിട്ട് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ഹാഫ് ഓപ്പൺ ചെയ്യുന്നതിന് പകരം ചെയ്യാം, പൂർണ്ണമായിട്ട് ഓപ്പൺ ചെയ്യുക. നമുക്ക് 1 മിനിറ്റ് വ്യായാമമാണ്, പെർഫെക്റ്റ് ആയി ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ആന്തരിക അവയവങ്ങൾ ഉദ്ദീപിക്കുന്ന എക്സസൈസ് ആണ്, വളരെ പെർഫെക്റ്റ് ആയി നിങ്ങൾ ചെയ്യാം. പൂർണ്ണമായിട്ടും കൈകൾ ക്ലോസ് ചെയ്യുക, പൂർണ്ണമായിട്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക. റെഡി? നേരത്തെ പറഞ്ഞ പോലെ മുട്ടുവേദന, ബാക്ക് പെയിൻ, ഡിസ്ക് ബൾസ്, ഈ കാറ്റഗറിയിൽ ആരും തന്നെ ടോ ജമ്പ് ചെയ്യാൻ പാടില്ല, ജമ്പിങ് ജാക്ക് ചെയ്യാൻ പാടില്ല. പകരം ചെയ്യാം, അവര് വിരലിന്റെ മുകളിൽ പൊങ്ങുക, കൈകൾ ലോക്ക് ചെയ്യുക, കൈകൾ ഓപ്പൺ ചെയ്യുക. അത്ര ചെയ്താൽ മതി. എന്തെങ്കിലും ശാരീരിക പ്രയാസമുള്ളവർക്കും അവർക്ക് അവരുടെ രീതിയിൽ ചെയ്യാം. നിർബന്ധമില്ല, നിങ്ങൾ എത്ര ചെയ്യാൻ പറ്റുന്ന 10 20 ചെയ്തിട്ട് നിങ്ങൾ വിരലിന്റെ മുകളിൽ പൊങ്ങി തന്നാൽ മതി. റെഡി? ടോ ജമ്പ് 125 ടൈം. റെഡി? സ്റ്റാർട്ട്. Relax. ഇന്ന് വന്ന ആരെങ്കിലും ഉണ്ടോ? 1 മാസമായിട്ട് വരാതെ ഇന്ന് ജോയിൻ ചെയ്ത ആരെങ്കിലും ഇത്ര ആളുണ്ടോ? ഇന്ന് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നു അല്ലെ? 1 മാസമായിട്ട് ലീവായി. പ്രയാസമുണ്ടോ? 1 കൊല്ലം. 1 കൊല്ലം ലീവായി. ഓക്കെ, നെക്സ്റ്റ് മെഡിറ്റേഷൻ. 60-1. നമ്മളിപ്പോൾ ചെയ്ത വ്യായാമം അത്രയും നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ ഉപയോഗിച്ചാണെങ്കിൽ നമ്മൾ ബ്രെയിനിന്റെ ടെസ്റ്റ് നടത്തുന്നത്. നമുക്കറിയാം, മറവി രോഗത്തെ പൂർണ്ണമായിട്ട് നമുക്ക് ശരീരത്തിന് അകത്താൻ പറ്റും. അൾസൈമേഴ്സ് അസുഖങ്ങളെയൊക്കെ മാറ്റാൻ പറ്റും. മെമ്മറി പവർ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. ചെയ്യേണ്ടത് കൗണ്ടിങ് നമ്പേഴ്സിനെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിൽ കാണുക. 60 60ന്റെ രേഖാചിത്രം, ഇമേജ് 59 58, അതിന്റെ രേഖാചിത്രം ബ്രെയിനകത്ത് നിങ്ങൾ വരച്ച് കാണിക്കുക. അതനുസരിച്ച് താഴോട്ട് എന്ത് ചെയ്യുക, കൗണ്ടിങ് ചെയ്യാം. നിങ്ങൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത് ആ പിക്ചർ നിങ്ങളെ കണ്ണിന് മുമ്പിൽ വരണം. 59 പിക്ചർ നിങ്ങൾ മുമ്പ് വരണം. 58 57. അപ്പൊ നിങ്ങൾ 100% നിങ്ങളെ കോൺസെൻട്രേഷൻ അതിലേക്ക് ആയിരിക്കണം. ഓക്കെ, റെഡി? മെഡിറ്റേഷൻ 60-1. റെഡി? സ്റ്റാർട്ട്.
Stop! Next. Face massage. കർച്ചീഫുണ്ടെങ്കിൽ മുഖം തുറക്കുക കേട്ടോ. കർച്ചീഫുള്ളവർ മുഖം തുറക്കുക. ഫേസ് മസാജ് ഡെമോ കാണിക്കാം. ചെയ്യുന്നുണ്ടോ കറക്റ്റ് ആയിരിക്കും, ഒന്നുകൂടി കാണിക്കാം. കൈ നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം കൈ പാത്തി തന്നെ കൈ പള്ളാന്ന് ഇത് നന്നായിട്ട് ചൂടാക്കുന്നുണ്ട്. ചൂടാക്കിയ ശേഷം ഈ ചൂടായ കൈ പത്തിയുടെ കൈ വെള്ളം എന്ത് ചെയ്യാം, കണ്ണിന്റെ മുകളിൽ വെക്കുക. കണ്ണടച്ചുകൊണ്ട് കൺപോളകൾ അടക്കണം. കണ്ണിന്റെ മുകളിലാണ് കൊടുക്കുന്നത്. സെക്കൻഡ്, ഈ ചൂട് പൂർണ്ണമായിട്ട് കൺപോളകൾ കിട്ടുന്നുണ്ട്. കണ്ണടച്ചിട്ടുണ്ട്. നിങ്ങൾ ചൂട് കിട്ടുന്നത് നിങ്ങൾ അറിയുന്നുണ്ട്. കൺപോളകൾക്ക് നേരെ എന്ത് ചെയ്യാം, 2-3 സെക്കൻഡ് ശേഷം കൈ നേരെ താഴ്ത്തു കൊണ്ടുവരിക. നടുവരിൽ ഉപയോഗിച്ച് മൂക്കിന്റെ ഇവിടെ ഫ്രെയിം ഉണ്ട്. മൂക്കിന്റെ ഫ്രെയിമിൽ താഴ്ത്തും പിന്നോട്ടായിട്ട് എന്ത് ചെയ്യാം, 3-4 പ്രാവശ്യം മസാജ് ചെയ്യാം. ശേഷം കൈവെള്ളകൾ താഴ്ത്തു കൊണ്ടുവന്ന് കവിളുകളുടെ പ്രസ് ചെയ്ത് കവിളുകളെ മുകളിലോട്ട് പ്രസ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാം. 1 2 3 പ്രാവശ്യം കവിളുകൾ എന്ത് ചെയ്യുക, മുകളിലോട്ട് പ്രസ് ചെയ്യും. 4ാമത്തെ പ്രാവശ്യം കണ്ണടച്ചിട്ടുണ്ട്. കണ്ണിന്റെ മുകളിൽ 3 വിരൽ വെച്ചിട്ടുണ്ട്. ഈ വിരലുകൾ എന്ത് ചെയ്യുക, സാവധാനം 3 പ്രാവശ്യം ചലിപ്പിക്കുക. കൈ വലിച്ചെടുക്കുന്ന സമയത്ത് ഇൻഡെക്സ് ഫിംഗർ ചൂണ്ടുവിരൽ എന്ത് ചെയ്യുക, പുരികത്തിന് മുകളിൽ വെച്ചിട്ടുണ്ട്. പുരികത്തിന് മുകളിൽ കൂടെ ശക്തമായിട്ട് എന്ത് ചെയ്യുക, പ്രസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, വലിച്ചെടുക്കുക കേട്ടോ. 3ാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോഴാണ് ചെയ്യേണ്ടത്. ഓക്കെ, പുരികത്തിന്റെ എൻഡിൽ നന്നായിട്ട് ഒന്നും കൂടെ പ്രസ് ചെയ്തുകൊണ്ട് വലിച്ചെടുക്കുക. നിങ്ങൾ ചെയ്യുന്നുണ്ടാവും, കറക്റ്റ് ആയിരിക്കും. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പെർഫെക്ഷനിൽ ബാക്കി എന്തെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്യാം. ഓക്കെ, റെഡി? Step 1. Second. Seconds! Seconds! Good. ഇതിലൊരു സംശയം ഉണ്ടാവും നിങ്ങൾക്ക്. നമ്മൾ ഫേസ് ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. കൈ പൂർണ്ണമായിട്ടും ബാക്ക് കൊണ്ടുവരും നിർബന്ധമില്ല. നിങ്ങൾക്ക് ഫേസ് ആണ് ചെയ്യുന്നത്. നമ്മൾ സൗകര്യത്തിന് ചെയ്യുന്നതാണ്. നിങ്ങൾ ഫേസ് ആണ് ചെയ്യുന്നത്. കൈ ബാക്കോട്ട് കൊണ്ടുവരാൻ നിർബന്ധമില്ല. ഫേസ് ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി ബാക്ക് കൈ കൊണ്ടുവന്നവർക്ക് കൊണ്ടുപോകാം. പക്ഷെ ഫേസിന് കിട്ടുന്ന രീതിയിൽ ചെയ്താൽ മതി. ഓക്കെ, റെഡി? നിങ്ങൾക്കറിയാം, ഫേസ് മസാജ് വളരെ ബെനിഫിഷ്യലുള്ള എക്സസൈസ് ആണ്. നമുക്ക് 50 വയസ്സ് 60 വയസ്സൊക്കെ വരുമ്പോഴേക്കും കാഴ്ചക്കുറവൊക്കെ തിമിരം ഒക്കെ വരാറുണ്ട്. ഡോക്ടറെ കാണുന്നവരുണ്ടാവില്ല. മരുന്നിന് ഒക്കെ തിമിരത്തെയൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് പതുക്കെ മാറ്റാൻ പറ്റുന്നുണ്ട്. കണ്ണട എടുത്തൊഴിവാക്കിയാൽ പോലും വായിക്കാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് മെഡിസിൻ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് വലിയ ഗുണം ചെയ്യുന്ന എക്സസൈസ് ആണ്. പ്രായം കൂടുന്നതനുസരിച്ച് കാഴ്ചയെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നമുക്ക് ഇത് പ്രാപ്തമാക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാപ്പിംഗ്. നമുക്ക് കൗണ്ടിങ് കിട്ടിയിട്ടുണ്ട്. 263 ആണ്. വെരി ഗുഡ് കഷായപ്പടി ടീം. ഓക്കെ, ക്ലാപ്പിംഗ്. റെഡി? Step 1, 2, 3, 4, 5, 5, 5.
വെൽ ഡൺ, വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ. ആദ്യം ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് നെക്സ്റ്റ് പ്രോഗ്രാം പോവാം. ഒരു ഓൾ ഷേപ്പിൽ നിൽക്കാൻ ഫോട്ടോ എടുക്കാം കേട്ടോ. അവിടെ കുറച്ച് പേര്